എൻ്റെ പൊന്നോ, എന്തോന്നാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ല. സലാർ കണ്ടു കഴിഞ്ഞ് ഇപ്പം ഇറങ്ങിയുള്ളൂ. ഇവിടെ ഞാൻ തിയേറ്ററിൽ നിന്ന് വീടെത്താൻ പോലെ എനിക്ക് ക്ഷമയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ക്ഷമയില്ല. ഞാൻ ഈ വീഡിയോനകത്ത് എന്തൊക്കെ പറയാൻ പോണേന്ന് പോലും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇത് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇപ്പം ഇറങ്ങിയുള്ളൂ. സത്യം എൻ്റെ പൊന്നോ, എന്ത് പടമാണ് ഞാൻ കണ്ട്. ആ നമ്മള് ബാഹുബലിനകത്തൊക്കെ നമ്മള് മുത്തായിട്ട് കണ്ട ആ പ്രഭാസില്ലേ, അതിന് ഞാൻ കണ്ട്. എന്ത് അതിനൊപ്പം നമ്മുടെ രാജുവേട്ടൻ്റെ ഒക്കെ ലാസ്റ്റത്തെ ഒരു സാധനമുണ്ട് പോലെ. അത് മാത്രമല്ല, പിന്നെ പ്രഭാസ് ഫസ്റ്റ് ഞാൻ പറയാം, പടം തുടങ്ങി ഫസ്റ്റത്തെ ആ ഒരു 10 മിനിറ്റ് ഉണ്ട്. ആ ഒരു 10 മിനിറ്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ ആ 10 മിനിറ്റ് നിങ്ങൾ പോകാണ്ട് 10 മിനിറ്റ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടിയെന്ന് വരില്ല. അതിൻ്റെ ആ ടൈറ്റിൽ എഴുതി കാട്ടുന്നതിന് മുമ്പുള്ള കുറച്ച് സാധനമുണ്ട്. അവിടെ രവി ബസൂർ കിടന്ന് കാണിക്കണ ആ BGM-നകത്ത് കാണിക്കുന്ന ഒരു സംഭവങ്ങളും അതേപോലെ ആ ഒരു നമ്മളെ പ്രശാന്തിയിൽ എടുത്തു വെച്ചേക്കുന്ന ഒരു സാധനമുണ്ട്. അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡിൻ്റെ ആ ഒരു സംഭവം അത് തന്നൊരു ഫീലുണ്ട്. ആ ഒരു 10 മിനിറ്റ് തന്നെ ഞാൻ ഫ്ലാറ്റായി. അപ്പോൾ തന്നെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അത് സന്തോഷം കൊണ്ട്, സത്യം കൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അത്രയ്ക്ക് ഫീൽ എനിക്ക് ആ 10 മിനിറ്റിൽ നിന്ന് തന്നെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പോക്കാർന്ന് എൻ്റെ പൊന്നോ. ശരിക്കും പ്രഭാസ് എന്ന് പറഞ്ഞ ആ ഒരാളായി. ഇപ്പം നമ്മൾ ലൂസിഫറിനകത്തെ കണ്ടിട്ടില്ലേ, അതായത് ഇപ്പം മോഹൻലാൽ അവിടെ ലാലേട്ടൻ ചെയ്യണതിൽ കൂടുതൽ ബാക്കിയുള്ളവർ ഇങ്ങനെ പുള്ളിനെ ഇങ്ങനെ പൊക്കി ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ട് പുള്ളി വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. ആ ഒരു സാധനം നല്ല കിഡിലായിട്ട് ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പറയാനായിട്ട് ഇതിനകത്ത് ഇപ്പം ആരും ദയവ് ചെയ്ത് സ്പോയിൽ ചെയ്യരുത് പടം, പ്ലീസ്. ഞാൻ കണ്ട് എൻ്റെ അടുത്തിരുന്ന് വെച്ചാൽ ഒരുത്തം വീഡിയോ എടുത്ത് ഇങ്ങനെ മച്ചാക്കണം ഞാൻ കണ്ട്. അവൻ ആരെ കട്ടാനാണോ ഇതുകൊണ്ട് ഒരുത്തൻ്റെ എക്സ്പീരിയൻസ് കളഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളത്. അതായത് ഒരു ചെറിയ സീൻ പോലും പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീല് പോയിന്നെ അത് തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സാധനമുണ്ട്. ഇപ്പം ഞാനൊരു കൂട്ടുകാരനെ വിളിച്ചപ്പോഴത്തേക്കും അവന്മാരൊക്കെ അവിടെ ഇവിടെ ഈ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ കാണുമ്പോൾ തന്നെ ഇവന്മാർക്ക് പകുതിയല്ല മുഴുവൻ സിനിമ തന്നെ ഈ സ്റ്റാറ്റസ് സ്റ്റോറി ആയിട്ടൊക്കെ ഇവന്മാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ദയവ് ഇത് ചെയ്യല്ലേ. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും പടം. തിയേറ്ററിൽ പോയി എൻ്റെ പോലെ എൻ്റെ സൗണ്ടൊക്കെ സത്യം പറഞ്ഞ് പോയി. തിയേറ്ററിൽ കാറി ഞാനൊരു എൻ്റെ തൊണ്ടയൊക്കെ ചില സീനൊക്കെ ഉണ്ട്. അതായത് ഫസ്റ്റ് പ്രഭാസ് ഈ ഫസ്റ്റ് ഫൈറ്റ്, അതായത് നിങ്ങൾ ആയിരിക്കണം ഫസ്റ്റത്തെ ഈ ചൈൽഡ്ഹുഡ് കാട്ടുന്ന ഫൈറ്റ് അല്ല, ഫസ്റ്റത്തെ പ്രഭാസിൻ്റെ ഫൈറ്റ്. അതൊരു ഫൈറ്റായിരുന്നു. ആ ഫൈറ്റിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സംഭവമൊക്കെ ഉണ്ടാകും. ഒരുപാട് അത് ഉണ്ടാക്കണ ആ ഒരു ഫീലുണ്ട്. നമുക്കെന്നെ തോന്നുന്നു ഇട്ടിയടാ. ആ ഒരു ഓരോ ഫൈറ്റും അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചേക്കണം. അതായത് നമുക്ക് തോന്നും അവനിട്ട് ഇടി കൊള്ളണം, നമുക്കൊന്ന് ഇടിക്കാൻ തോന്നും. ഞങ്ങളുണ്ടല്ലോ തരിച്ച് പിടിച്ചിരിക്കണമായിരുന്നു സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫൈറ്റ് വരുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ റേഞ്ചാണ്. എനിക്കറിയാം ഞാൻ ഈ വീഡിയോയിൽ നല്ല ഓവറായിട്ട് സംസാരിക്കും. എനിക്ക് ഓവറാവാതെ പറ്റൂല, എനിക്കത് പറയാൻ പറ്റൂല ഓവറാവാണ്ട്. നിങ്ങൾക്ക് ഓവറാവാണ്ട് കേൾക്കണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കേട്ടോ, കുഴപ്പമില്ല. എനിക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ. പടം കഴിഞ്ഞിട്ട് ഒരു കിട്ടിയ ഒരു എന്ത് പ്രശാന്തിയില്ലേ. നിങ്ങൾ എന്ത് മനുഷ്യനാണ്, എങ്ങനെ സാധിക്കണേ. നിങ്ങളെ KGF കണ്ടപ്പോൾ നമ്മുടെ കണ്ണും മനസ്സൊക്കെ നിറയിപ്പിച്ചതാണ് നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ KGF 2 ഇറക്കിയപ്പോൾ നിങ്ങൾ ഇത് തന്നെ ചെയ്തു. സലാറിലും നിങ്ങൾ അത് തന്നെ ചെയ്യുന്നു. ബാക്കിയുള്ളവരെന്ത് പറയുന്നു എന്നൊന്നും എനിക്ക് കേൾക്കണ്ട. ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു സലാർ. ഒരു കിടിലം പടം. ഈ 2 എന്താവും അതെന്താവും അതിൻ്റെ പിന്നെ എനിക്കൊരു സംശയമുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ക്രെഡിറ്റ് സീൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ട തിയേറ്ററിൽ ഞാൻ അവിടെ വനിതയിലാണ് കാണുന്നത്. വനിതയിൽ പക്ഷെ എൻഡ് ക്രെഡിറ്റ് സീനൊന്നും ഞാൻ കണ്ടില്ല. അതെന്താ പരിപാടി എന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും ഉണ്ടെന്നാണ് പറഞ്ഞാൽ. ഞാൻ പല സ്ഥലത്തും കേട്ടി ഇതിന് എൻഡ് ക്രെഡിറ്റ് ഉണ്ടെന്ന്. പക്ഷേ ഞാൻ അവിടെ പോയിരുന്ന് ഞാൻ കണ്ടപ്പോഴത്തേക്കും കുറേ നേരം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് IMAX എഴുതി കാട്ടണവരെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ എൻഡ് ക്രെഡിറ്റ് വന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇതിന് ഇപ്പടം 3 മണിക്കൂറുണ്ടെന്നാണ് പറയണത്. 3 മണിക്കൂർ പോയത് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. ഞാൻ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എത്തിയപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു, എൻ്റെ പൊന്നോ ഫസ്റ്റ് ഹാഫ് നമുക്ക് സ്പീഡിൽ പോണ പോലെ തോന്നും. ചില പടമൊക്കെ ഉണ്ടല്ലോ നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ ഈച്ചാട്ടിരിക്കും, ഇതൊന്ന് അനങ്ങട്ടേന്ന് ഒന്ന് ആലോചിച്ചിട്ട് അനങ്ങൂല ഇങ്ങനെ നിൽക്കും. അവരൊക്കെ ഈ പടം ഒന്ന് കണ്ടു നോക്കണം. ഫസ്റ്റ് ഹാഫ് പോയൊരു പോക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും പിന്നെ ഒരു ബിൽഡപ്പ് കൊണ്ടുവന്ന് കറക്റ്റ് ടൈമിങ്ങിൽ എൻ്റെ പൊന്നു ആ ഒരു സീനുണ്ട്.
അതായത് ആ ഒരു ഏതാ നമ്മുടെ മറ്റ് ആ ഒരു ഞാൻ സ്പോയിലൊന്നും ചെയ്യില്ല, നിങ്ങളത് പേടിക്കണ്ട. ആ ഒരു സീനുണ്ട്, കോർട്ട് പോലത്തെ ഒരു സംഭവത്തിനകത്തൊരു സീനുണ്ട്. അവിടെ വെച്ചിട്ടാണ് മറ്റേ ഡയലോഗ് തന്നെ, നമ്മുടെ മറ്റേ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സാധനം തന്നെ. ആ ഒരു സമയത്തൊരു സാധനമുണ്ട്, അത് ഞാൻ പറയൂല, നിങ്ങളത് തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു സാധനമുണ്ട്. എനിക്കത് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുണ്ടല്ല, സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണും മനസ്സൊക്കെ നിറഞ്ഞു പോയി. ഇമാതിരി പടം കണ്ടിട്ട് എത്ര നാളായെന്നറിയോ. ഞാൻ ലാസ്റ്റ് ഇത്രയും ഫീൽ അടിച്ച് കണ്ടത് ജോൺ വിക്ക് ഈ അടുത്ത് കണ്ടതാണ്. പക്ഷെ അത് നല്ല ഫീലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയിട്ട് കണ്ടത് ഞാൻ പറയുകയാണെങ്കിൽ വിക്രം, KGF 2 അതൊക്കെയാണ് ആ ഒരു ഭയങ്കര ഒരു ഫീൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് ഇതിൽ നിന്ന് കിട്ടി സത്യം പറഞ്ഞാൽ. പിന്നെ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു ക്ലൈമാക്സ്. പക്ഷേ ബാക്കിയുള്ള സീനുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ക്ലൈമാക്സ് എനിക്ക് അത്ര ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ബാക്കിയുള്ള സീനുകൾ വെച്ച് നോക്കുമ്പോഴത്തേട്ടാ ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതായിരിക്കാം, അത് ഞാൻ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള സീനുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ക്ലൈമാക്സ് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ ക്ലൈമാക്സ് കിടിലം ക്ലൈമാക്സ് തന്നെയാണ്. ഇപ്പോൾ പിന്നെ ഒരു ക്ലൈമാക്സും പിന്നെ അടുത്ത പടത്തിനേക്കുള്ള ഒരു സംഭവമൊക്കെ കാണിച്ചതും കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ബോബി സിനിമേനെയൊക്കെ നമ്മൾ എടുത്തു പറയണം, കിട്ടില്ല ആക്ടിങ് ആയിരുന്നു. പിന്നെ ഓരോരുത്തരും ഉണ്ട്, എന്താണ് ആക്ടേഴ്സിനൊക്കെ, അതായത് ഇത്രയും പേരെ കൊടുക്കുമ്പോഴേക്കും ആ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ കൊടുത്തു. പൃഥ്വിരാജ് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് എന്തോ പറഞ്ഞിട്ടുണ്ട് പുള്ളി, അതായത് ഈ പ്രശാന്തിയിൽ ഓരോ ആൾക്കാർക്കും അതേപോലെ പുള്ളിക്കാരൻ മൂക്കിലിടുന്ന ആ റിങ്, എൻ്റെ പൊന്നോ ആ റിങ്ങിൻ്റെ കഥയൊക്കെ ചെയ്യുന്നു. പിന്നെ ഇത് തന്നെ എനിക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റിങ്ങിൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ നമ്മുടെ പ്രശാന്തിയിൽ എഴുതി വെച്ചേക്കണം. അതേപോലെ അവരുടെ കോസ്റ്റ്യൂമിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വെറുതെ അല്ല, നിങ്ങളിത് കാണുമ്പോഴത്തേക്ക് അതിനകത്ത് ഓരോ പറയണ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ഒരു സാധനം തന്നെ. പിന്നെ ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ സ്പോയിൽ ചെയ്യണേ അല്ല, പക്ഷെ പ്രശാന്തിയിൽ തന്നെ പറഞ്ഞേക്കണ ഒരു കാര്യം ഞാനിവിടെ പറയാൻ പോണേണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്പോയിലറായിട്ട് അങ്ങനെ തോന്നാൻ വഴിയില്ല. നിങ്ങൾ വെറുതെ KGF പ്രതീക്ഷിച്ച് അങ്ങോട്ട് പോരുത്. KGF പ്രതീക്ഷിച്ച് അങ്ങോട്ട് പോരുത്. ഞാൻ KGF പ്രതീക്ഷിച്ചിട്ടല്ല അങ്ങോട്ട് പോയത്. KGF വേറെ, ഇത് വേറെ. അല്ലാണ്ട് ഇപ്പം നമ്മൾ LCU അങ്ങനെ പോലത്തെ ഒരു സംഭവം അല്ലത്. ഞാൻ പച്ചയ്ക്ക് പറയാം, LCU ഇങ്ങനെ കണക്ഷൻ ഒന്നുമില്ല KGF ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അത് സെപ്പറേറ്റ് വേൾഡാണ്. പക്ഷെ ഈ വേൾഡ് പക്കയാണ്. അതായത് KGF കണ്ടപ്പോൾ നമ്മളൊരു വേൾഡ് കണ്ടു, അതേപോലെ ഒരു സെപ്പറേറ്റ് ഒരു വേൾഡ്. ആ വേൾഡ് എന്ത് രസമാണ്. അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും, ആ ക്യാരക്ടേഴ്സിൻ്റെ അവരുടെ ഐഡൻറ്റിറ്റിയും അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു ഓരോരുത്തർക്കുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, ഒക്കെ യുണീക്കാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നായികയായിട്ട് വന്നേക്കുന്നത് നമ്മുടെ ശ്രുതി ഹാസൻ്റെ അഭിനയം കുഴപ്പമില്ലായിരുന്നു. ശ്രുതി ഹാസൻ അല്ലാണ്ട് ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ശ്രുതി ഹാസൻ ഒരു നായിക എന്നുള്ള ഒരു പേരിലൊരു നായിക. ഇടക്കിടയ്ക്ക് മാരക സീനൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ശ്രുതി ഹാസനെ കടറുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കളഞ്ഞ് എന്നുള്ള ആ ഒരു സംഭവം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അടിച്ചായിരുന്നു. അതായത് ശ്രുതി ഹാസൻ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ജംപ് സ്കെയർ പോലെ ചാടി വരും. അതെനിക്ക് അങ്ങോട്ട് ഒരു പിടിച്ചില്ല. പിന്നെ ശ്രുതി ഹാസനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് ഇതിനകത്ത്. അതായത് ഇത്തിരി ഗ്രേ ഷെയ്ഡുള്ള തന്നെ, അതായത് നമ്മുടെ ഡാഡി ഗിരിജയുടെ മോളായിട്ട് വരും. ഡാഡി ഗിരിജ എന്ന് പറഞ്ഞാൽ പുലിപുരികൻ്റെ സാധനം ഇപ്പോഴും തലയിൽ കിടക്കണേട്ടാ പുള്ളീനെ ഡാഡി ഗിരിജ. ഇതിനകത്തുള്ള നമ്മുടെ അങ്ങനെ പേര് പറഞ്ഞല്ല, എനിക്ക് ഒരു വട്ടം കൂടെ നന്നായിട്ട് കാണണമെന്ന് കാര്യം ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാണ്ടായിരുന്നു ഇങ്ങനെ പടം കണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോയത്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോയതായിരുന്നു. അപ്പം എനിക്ക് അപ്പം തോന്നി, എനിക്ക് ആദ്യം ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആദ്യമേ തുടങ്ങി ഓരോന്നും ഇങ്ങനെ നോക്കി വരാമെന്ന്. ആ മറ്റേ കാദറോ അങ്ങനെ എന്തോ ആണ് ഡാഡി ഗിരിജയുടെ ഇതിനകത്ത പേര്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ മകളായിട്ടൊരു പുള്ളിക്കാരിയുണ്ട്. എനിക്ക് പുള്ളിക്കാരി ഭയങ്കര വില്ലത്തരമൊക്കെയാണ് ചെയ്യണം, പക്ഷേ ഐ ലൈക്ക് ഇറ്റ്. ഷീസ് ക്യൂട്ട് എനിക്ക് തോന്നി. അതെന്താണെന്ന് എനിക്ക് പറ്റില്ല. അപ്പം എന്തായാലും പുള്ളിക്കാരി അടിപൊളിയായിരുന്നു, ഓരോരുത്തരും അടിപൊളിയായിരുന്നു. അതിനകത്ത് അഭിനയിച്ച ഓരോ ക്യാരക്ടറിനും അതിൻ്റേതായ ഒരു ഇതുണ്ട്. പൃഥ്വിരാജ് നമ്മൾ എടുത്ത് പറയാണ്ട് എങ്ങനെ ഇരിക്കും? നമ്മുടെ മലയാളി, നമ്മുടെ രാജുവേട്ടൻ അവിടെ പോയി ആ ഒരു ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഭയങ്കര മാരകമായ ഫൈറ്റുകളൊന്നും നമുക്ക് അധികം ഇതിനകത്ത് കാണാൻ പറ്റൂല. കാണാൻ പറ്റൂല്ലെങ്കിലും ഒരു സാധനമുണ്ട്, എൻ്റെ പൊന്നോ, ആ സാധനം നിങ്ങൾ അത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സെന്നറിയാം. അപ്പോൾ ഇവർ തമ്മിലൊരു ഡയലോഗുകളൊക്കെ ഉണ്ട്, പൃഥ്വിരാജും പ്രഭാസും കൂടെ ഉള്ള ഒരു സാധനം എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്. അതൊക്കെ സെറ്റ് സാധനമാണ്. അതായത് നമുക്ക്
ഒരു മാതിരി മറ്റേ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുമെന്ന് പറയില്ലേ, അതേപോലത്തെ കുറേ സംഭവങ്ങളുണ്ടായി. പിന്നെ ആ ഒരു വേൾഡ്, അതായത് കായ്സ്, അയ്യോ അതിൻ്റെ പേരും ഞാൻ ഈ പേരുകളൊന്നും അധികം വായിക്കാണ്ട് ഇങ്ങനെ പോയതുകൊണ്ടാണ്. നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, എല്ലാത്തിൻ്റെ പേര് എല്ലാം പക്കയായിട്ട് നോക്കി വായിക്കുക, വായിച്ച് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ മിസ്സാവാൻ സാധ്യതയുണ്ട് എന്നെ പോലെ. അപ്പോൾ ആ ഒരു വേൾഡ്, അതായത് ഇപ്പോൾ KGF ആ ഒരു വേൾഡ് പറയണ പോലെ തന്നെ ഇവിടുത്തെ ഒരു വേൾഡ് ഉണ്ട്. ആ വേൾഡ് പക്കയായിരുന്നു. എനിക്ക് ഈ പടം വെർത്താണ്. എനിക്ക് ഒരു ഞാൻ എത്ര 150 രൂപയ്ക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. 150 രൂപയ്ക്ക് ഞാൻ 1000 രൂപയുടെ, അതിന് 1500 രൂപയുടെ സാധനം ഞാൻ ഇവിടെ കണ്ടെന്ന് പറയാം. അത് എൻ്റെ പൊന്ന് പ്രശാന്തിനെ നിങ്ങൾ താങ്ക്സ്. എനിക്ക് ഇത്ര നിങ്ങളോട് പറയാനുള്ളൂ. നന്ദിയുണ്ട് അളിയാ, നന്ദിയുണ്ട്. നല്ലൊരു പടം തന്നതിന് നന്ദിയുണ്ട്. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോയിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എൻ്റെ പേര്